friends, welcome to Neethas Tasteland. നമ്മളിപ്പോ സ്നാക്സ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഒക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടാക്കുന്നില്ല. നമ്മളിപ്പോ കറികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ സ്നാക്കായിട്ടും ഡിന്നറിനും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള റെസിപ്പി ചെയ്താലോ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാനിതിപ്പോ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോതമ്പ് ദോശയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗോതമ്പ് ദോശ എന്ന് പറയുമ്പോൾ കുറെ ആളുകൾക്കൊക്കെ ഗോതമ്പ് ദോശ ഇഷ്ടമായിരിക്കും, കുറെ ആളുകൾക്ക് ഗോതമ്പ് ദോശ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ടേസ്റ്റോട് കൂടി ഗോതമ്പ് ദോശ കഴിക്കാം എന്നറിയണ്ടേ. അത് ഗോതമ്പ് ദോശ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തിന്നായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ കുറച്ച് എരിവൊക്കെ വേണം, കുറച്ചുകൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയൊക്കെ ചേർത്തിട്ട് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലാണ് ഇന്നിപ്പോൾ ഗോതമ്പ് ദോശ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നമുക്ക് രാവിലെയും കഴിക്കാം, അതുപോലെ തന്നെ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ രാത്രി ഇപ്പോൾ ചപ്പാത്തിക്ക് പകരമായിട്ട് ഉണ്ടാക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോഴും കഴിക്കാം. അപ്പോൾ ഈ പ്ലെയിൻ ആയിട്ടുള്ള ഗോതമ്പ് ദോശയുടെ കൂടെ നമ്മൾ കറികൾ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ആ ദോശയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിനുള്ള എല്ലാ കറികളും, നമ്മുടെ ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ എല്ലാ കറികളും ഈ ഗോതമ്പ് ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയത് തന്നെയാണ്. അപ്പോൾ കറികള് ഞാനിപ്പോൾ ഇതിന്റെ കൂടെ പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ ടൊമാറ്റോ ചട്നി മാത്രമേ ഉള്ളൂ. ടൊമാറ്റോ ചട്നിയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അതുപോലെ തന്നെ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും ഇടാം. ടൊമാറ്റോ ചട്നിയുടെ മാത്രം ബാക്കിയുള്ള റെസിപ്പികളുടെ നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ വേറെ കറികളുടെ റെസിപ്പികളെല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള ഗോതമ്പ് ദോശ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഗോതമ്പ് ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്, പച്ചമുളക്, സവോള, കറിവേപ്പില, വെള്ളം, ഉപ്പ്. അപ്പോൾ ഇത് ഞാൻ രണ്ട് രീതിയിലാണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഉപ്പും വെള്ളവും ഗോതമ്പ് പൊടിയും മാത്രം മതി. മറ്റൊരു രീതിയിൽ കുറച്ച് എരിവുള്ള രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയും, അതുപോലെ തന്നെ ഇതിപ്പോൾ രണ്ട് മീഡിയം വലിപ്പമുള്ള പച്ചമുളക് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതൊരു ചെറിയ സവോളയുടെ പകുതി കട്ട് ചെയ്തെടുത്തത്, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും കൂടി ആവശ്യമുണ്ട്. ഗോതമ്പ് പൊടി മിക്സ് ചെയ്യുമ്പോൾ ആദ്യമേ ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്യും. അതിനുശേഷം രണ്ട് ബൗളിലാക്കിയിട്ടാണ് തേങ്ങയും പച്ചമുളകും ഒക്കെ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ കണക്ക് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 240 ml കപ്പാണ്. ഇതിന് 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ നമ്മൾ 2.5 കപ്പ് വെള്ളം എടുക്കുക. അതായത് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളം എന്നുള്ള കണക്കില്. ഇതിപ്പോൾ ഞാൻ ആശീർവാദ ആട്ടയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ വീട്ടിൽ ഗോതമ്പ് വാങ്ങിച്ചിട്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗോതമ്പ് പൊടിയിൽ വെള്ളം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരും. അതെപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന ആ ബ്രാൻഡ് അനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. വീട്ടിൽ പൊടിപ്പിക്കുന്നതാണെങ്കിൽ മാത്രം കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതിപ്പോൾ മിക്സിയിൽ തന്നെ അടിച്ചെടുക്കണം എന്നില്ല കേട്ടോ. നമുക്ക് ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒട്ടും തന്നെ കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് മിക്സിയുടെ ജാറിൽ തന്നെ മിക്സ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്യാം, നെയ്യ് ഒഴിച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് ചെയ്യാം. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഞാൻ ചില സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്യാറുണ്ട്, ചില സമയത്ത് വെളിച്ചെണ്ണ ഒഴിക്കാറില്ല. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ പൊടി മിക്സ് ആയി വരും. അപ്പോൾ ഞാനിനി ഇത് അടിച്ചെടുത്തിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ദോശയുടെ ബാറ്റർ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ദോശയുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. ഈ ഒരു പാകത്തിലാണ് നമ്മൾ ദോശ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ വെള്ളത്തിന്റെ അളവ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പൊടിയുടെ ബ്രാൻഡിന്റെ കാര്യം പറഞ്ഞു. ആ ബ്രാൻഡ് അനുസരിച്ച് ചെറിയ വ്യത്യാസം വരും. ഇതിപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിലിപ്പോൾ ഇനി 2 രീതിയിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഒരെണ്ണത്തിലേക്ക് ഞാൻ
പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ സവോള കട്ട് ചെയ്തത്, പിന്നെ ചേർക്കുന്നത് കുറച്ച് തേങ്ങയാണ്. ഇതൊക്കെ ഓപ്ഷനിലാണ്, അതുകൊണ്ടാണ് ഞാൻ 2 രീതിയിലും ചെയ്ത് കാണിക്കുന്നത്. ഏതാണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഇനി കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യണമെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് പതുക്കെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്താലും മതി. ഇനി നന്നായി മിക്സ് ചെയ്യുക. ഈ ദോശ ബാറ്റർ റെഡിയാക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ ദോശക്കല്ല് ചൂടാക്കിയിട്ട് ദോശ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തേങ്ങയുടെ അളവും പച്ചമുളകിൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ദോശക്കല്ല് ചൂടാക്കിയിട്ട് ദോശ ഉണ്ടാക്കി തുടങ്ങാം. ഇത് മിക്സ് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് അപ്പോൾ തന്നെ മിക്സ് ചെയ്യുക, ഉടനെ തന്നെ ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കാറുള്ളത്. അല്ലാതെ സാധാരണ നമ്മുടെ അരി ഉഴുന്ന് അരച്ച ദോശ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇരുമ്പിൻ്റെ ചട്ടിക്ക് ഇത്രയും വലിപ്പമില്ല, ദോശക്കല്ലിന് ഇത്രയും വലിപ്പമില്ല, കുറച്ച് ചെറുതാണ്. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ഗോതമ്പ് ദോശ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു പാനിൽ ഉണ്ടാക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ എണ്ണ യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ എണ്ണ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിവിടെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പൊതുവെ എണ്ണ യൂസ് ചെയ്യാറില്ല. അപ്പോൾ പാൻ ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുന്നുണ്ട്. പാൻ നന്നായി ചൂടാവേണ്ട ആവശ്യമില്ല. പാൻ നന്നായിട്ട് ചൂടായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെറുതായിട്ട് ചൂടായാൽ മതി എന്ന് പറയുന്നത്. നമുക്കിതിലേക്ക് നമ്മുടെ ദോശയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്ര നൈസായിട്ട് അങ്ങ് പരത്തി കൊടുക്കുക. ഞാൻ ഈ രീതിയിലാണ് പരത്തിയെടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തിക്നെസ് ഉള്ള ദോശ ഒട്ടും താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് ദോശ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ തിക്നെസ് ഉള്ള ദോശയാണെങ്കിൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് തിന്നായി നന്നായി മൊരിഞ്ഞു വരുന്ന ദോശയാണ് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് കൂടുതൽ. നന്നായി മൊരിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ഇല്ലാതെ മൊരിയുന്ന രീതിയിൽ കേട്ടോ. എണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി മൊരിഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ ചെയ്യുകയാണെങ്കിലും കുറച്ചുകൂടി മൊരിഞ്ഞു കിട്ടും. പക്ഷേ ഇതുപോലെ സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ദോശയ്ക്ക് ചെറിയ തിക്നെസ് ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും പല ആളുകളും ദോശ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഗോതമ്പ് ദോശ എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആളുകൾക്കും താല്പര്യമില്ല. അയ്യോ ഗോതമ്പ് ദോശയോ, അതെങ്ങനെ കഴിക്കാനാന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിക്നെസ് കൂടുമ്പോൾ ഗോതമ്പ് ദോശ കഴിക്കാൻ ടേസ്റ്റ് ഇല്ല. തിക്നെസ് കുറഞ്ഞ ഗോതമ്പ് ദോശയാണ് കഴിക്കാൻ ടേസ്റ്റ്. ഇതാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് എണ്ണയിൽ മൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ചതച്ച് കഴിക്കാം, കറി പോലും വേണമെന്നില്ല. ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് കഴിക്കാം. പിന്നെ എണ്ണ ഇല്ലാതാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചട്നി കൂട്ടിയിട്ടോ ഏതെങ്കിലും കറികൾ കൂട്ടിയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ചപ്പാത്തിക്ക് കഴിക്കുന്ന എല്ലാ കറികളും നമ്മുടെ ഈ ഗോതമ്പ് ദോശയുടെ കൂടെയും ചേർത്ത് തന്നെ കഴിക്കാം. അപ്പോൾ ഇത് കുക്കായി കഴിഞ്ഞു കേട്ടോ. നമ്മൾ സ്പ്രെഡ് ചെയ്ത ഉടനെ തന്നെ അത് കുക്കായി തുടങ്ങും. പക്ഷെ ഞാനതൊന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മൊരിയണ്ട, ഇത്രയും സമയം കുക്ക് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ദോശമാവ് ഇങ്ങനെ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദോശ ഇതുപോലെ കുക്കായി വരുമ്പോൾ കല്ലിൽ നിന്ന് പതുക്കെ വിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് എടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എടുക്കുക, തിരിച്ചിടുക. ഇത് കണ്ടോ, ചെറുതായിട്ട് ഇതുപോലെ ഗോൾഡൻ ഷെയ്ഡ് ആയി വരുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഒന്നുകൂടി മറിച്ചിടുന്നതാണ് ഇഷ്ടം. ഞാൻ ഒന്നുകൂടി മറിച്ചിട്ടതിന് ശേഷം മാത്രമേ ദോശ എടുത്ത് മാറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നീ കുറച്ചുകൂടി മൊരിയണം. അപ്പോൾ ഇത്രയും മൊരിയണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമുക്ക് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഞാൻ വീണ്ടും തിരിച്ചിട്ടു. ഇത് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മൊരിയാത്ത ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വരും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗോതമ്പ് ദോശ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചട്ടിയുടെ ചൂട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ തേങ്ങയും പച്ചമുളകും എല്ലാം ചേർത്തിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തത് ഈ ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്.
ഈ ഒരു ദോശ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ചട്ടി ചൂടാക്കിയിട്ടില്ല, ഞാൻ ചട്ടി ചൂടാക്കുന്നതിന് മുന്നേ തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. ചട്ടിക്ക് ചൂടുണ്ട്, ഞാൻ ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ പോവാണ്. ഇതിലേക്ക് നമ്മൾ തേങ്ങയും പച്ചമുളകും എല്ലാം ചേർത്ത മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. ഇത് ആദ്യത്തെ ദോശ പോലെ നമുക്ക് കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റില്ല, ചെറിയ കനം ഉണ്ടാവും. എന്നുവെച്ചാൽ വല്ലാതെ കനം കുറയില്ലല്ലോ, നമ്മൾ തേങ്ങയും പച്ചമുളകും സവാളയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ. ഇത് അത്ര വേഗത്തിൽ കുക്കായി കിട്ടില്ല കേട്ടോ. ആദ്യം ഉണ്ടാക്കിയ ദോശയുടെ അത്രയും വേഗത്തിൽ കുക്കായി കിട്ടില്ല. ഇതും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ദോശ ഉണ്ടാക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആ പച്ചമുളകും സവാളയൊക്കെ ഒന്ന് കുക്കായി വരണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. മറ്റേ ദോശയാണ്, ഇതൊന്നും ചേർക്കാത്ത ദോശയാണെന്നുണ്ടെങ്കിൽ ഈ സമയമാകുമ്പോൾ കുക്കായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ, വേഗം തന്നെ കുക്കായി കിട്ടുന്നതുകൊണ്ട് നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇതിന് അത്യാവശ്യം തിക്നെസ് ഉണ്ട്, കണ്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് ചേർത്തിട്ട് ദോശ ഉണ്ടാക്കാം. പക്ഷെ അരച്ച് ചേർത്തിട്ട് ദോശ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ ദോശ ഉണ്ടാക്കുമ്പോഴാണ്. നമ്മൾ ആ തേങ്ങ ഒന്ന് ചവയ്ക്കാൻ കിട്ടുമ്പോഴാണ് നമുക്ക് ദോശ കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കൂടുക. ഈ സൈഡൊന്ന് കംപ്ലീറ്റ് കുക്കായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം, അടുത്ത സൈഡും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കുക്കായി വരാനുണ്ട്, ഇവിടെയൊക്കെ കുക്കായി കഴിഞ്ഞു. ഇത് കുട്ടികൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ചെറിയ എരിവുണ്ട്, അതുപോലെ തന്നെ ആ ഒരു തേങ്ങയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പ്ലെയിൻ ദോശ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് നമുക്ക് ഈ രീതിയിൽ ദോശ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ടു. ഇനിയിപ്പോൾ നമ്മുടെ ആ തേങ്ങയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരാനായിട്ട് നമ്മളൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ദോശക്കല്ലിലാണ് ദോശ ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി മൊരിഞ്ഞൊരു കളർ ഉണ്ടാവും കേട്ടോ. അതപ്പോൾ വലിയ ദോശക്കല്ലുള്ള ആളുകൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ തന്നെ ദോശ ഉണ്ടാക്കി നോക്കൂ. എൻ്റെ ദോശക്കല്ല് ചെറുതായതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിൽ കാണിച്ചു തരാതിരുന്നത്. വീണ്ടും നമുക്ക് ഒന്നുകൂടി തിരിച്ചിടാം. പച്ചമുളക് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കണമെങ്കിൽ ചോപ്പ് ചെയ്ത് ചേർക്കാം. പിന്നെ എന്താ വെച്ചാൽ കുട്ടികൾക്ക് എടുത്ത് മാറ്റാൻ പറ്റില്ല പച്ചമുളക് നമ്മൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്ത് ചേർത്തത്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ 2 ദോശയും റെഡിയായി. തേങ്ങയും സവാളയും ഒന്നുമില്ലാത്ത ദോശയും റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങയും സവാളയൊക്കെ ഉള്ള ദോശയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള ദോശ മുഴുവൻ ചുട്ടെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ 2 രീതിയിലുള്ള ഗോതമ്പ് ദോശയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്നിപ്പോൾ ടൊമാറ്റോ ചട്നിയുടെ കൂടെയാണ് ഇതിപ്പോൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ടൊമാറ്റോ ചട്നിയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്ത ആളുകൾ അത് കാണുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ചപ്പാത്തിയുടെ കറികളുടെ ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും, അപ്പോൾ വെജ് കറികളുടെ കൂടെയാണെങ്കിലും നോൺ വെജ് കറികളുടെ കൂടെയാണെങ്കിലും നമുക്ക് ഈ ഗോതമ്പ് ദോശ കഴിക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ഗോതമ്പ് ദോശ 2 രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ ഉണ്ടാക്കി ഇടയ്ക്ക് കഴിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.